ഹായ്. രാവിലെ തന്നെ ഇങ്ങനെ കാലിന്റെ മുകളിലും കാലും വെച്ചിട്ട് ഫോൺ നോക്കാൻ എന്താ രസം. മോളെ, എന്താ അമ്മേ? മോളെ, ഇപ്പൊ പുറത്ത് നല്ല ചൂടല്ലേ, അതുകൊണ്ട് മൂക്ക് ഞാൻ ഇച്ചിരി മുന്തിരി ജ്യൂസ് ആക്കി കൊണ്ടുവന്നതാ. അമ്മ എന്തിനാ ഇപ്പൊ എനിക്ക് കഷ്ടപ്പെട്ടിട്ട് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നേ? അതിനെന്താ മോളെ, നീ ഇപ്പൊ എന്റെ മേരിമോളെ പോലെയാ. എനിക്ക് എന്റെ മോളെ പോലെ തന്നെയല്ലേ നീ. എന്റെ മൂക്കാണേലും ഞാനിപ്പോ ജ്യൂസാക്കി കൊണ്ടുവന്ന് കൊടുക്കട്ടേനും, അതേപോലെ തന്നെയല്ലേ നിനക്കും. ഷോ, ഈ അമ്മയുടെ ഒരു കാര്യം. മോളെ, നീ ഇത് കഴിച്ചോട്ടോ. പിന്നെ ഉച്ചക്കേക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട സാമ്പാറും തൈര് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ മോളത് കഴിച്ചോട്ടോ. ഞാനേ എന്റെ ഏട്ടന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ആ ശരി അമ്മേ. എടി സൂസു, ഞാൻ എന്തൊക്കെയായി എന്റെ കണ്ണോണ്ടി കാണുന്നേ. നീയും നിന്റെ അമ്മായിയമ്മയും നല്ല സ്നേഹത്തിലാണല്ലോ. നീ ഒരു ഭാഗ്യം ചെയ്ത പെണ്ണെന്നപ്പാ. ഇത്ര നല്ല തങ്കപ്പെട്ട അമ്മായിയമ്മയാ കിട്ടിയത്. എന്റെ അമ്മായിയമ്മയാണേലേ ഞാൻ അവിടെ വീണ് കിടന്നാലേ ഒന്ന് എഴുന്നേൽപ്പിക്ക പോലും ചെയ്യില്ല. ഇച്ചിരി വെള്ളം ചോദിച്ചാലേ വെള്ളം പോലും തരില്ല. അതുപോലത്തെ ഒരു അമ്മായിയമ്മ എനിക്കുള്ള. എടി, നിന്റെ ഒരു ഭാഗ്യം. നിനക്ക് എന്ത് നല്ല അമ്മായിയമ്മയാ കിട്ടേ. അത് പിന്നെ ചേച്ചി, ഇതിന് പിന്നിലെ ഒരു കാര്യമുണ്ട്. നിങ്ങളെ ആരോടും പറയില്ല കേട്ടോ. ഞാനേ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അമ്മായിയമ്മയോട് ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? അമ്മേ, നിങ്ങളെനിക്ക് അമ്മായിയമ്മയെ പോലല്ല, നിങ്ങളെനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്. നിങ്ങളെ ഞാൻ എൻ്റെ അമ്മയെ പോലെ നോക്കുന്നത് പോലെ തന്നെ നോക്കും. നിങ്ങൾ എൻ്റെ അമ്മ തന്നെ. നിങ്ങളെന്നെ മരുമോളെ പോലെയല്ല, മോളെ പോലെ തന്നെ കാണില്ലേ അമ്മേ? അയ്യോ മോളെ, കാര്യമല്ല മോളെ. നീ എനിക്ക് ഇന്നു മുതലേ എന്റെ മരുമോളെ പോലെയല്ല, മോളെ പോലെ തന്നെയാ. ഞാൻ മരിക്കുന്നത് വരെയും നിന്നെ എന്റെ പൊന്നു മോളെ പോലെ തന്നെ നോക്കും. കാര്യമല്ല മോളെ. അമ്മയുടെ കീമി, അത് കൊള്ളാലോ. നിന്റെ ആ ഒരൊറ്റ വാക്കിലെ അമ്മായിയമ്മ വീണല്ലേ. കൊള്ളാം കൊള്ളാം. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മായിയമ്മയില്ലേ എൻ്റെ മോളെപ്പന്നെ തന്നെയാ നോക്കുന്നത്. ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ചുണ്ടാക്കി തരും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അമ്മേ,